Hello guys, welcome to Shishira Future. So hi friends, I'm Shishra. Welcome back to my channel. And ഇന്ന് ഇപ്പോ നമ്മൾ ഉള്ളത് തലശ്ശേരിയിലാണ്. സോ ഞങ്ങൾ ഇന്നിപ്പോ കോഴിക്കോട് നിന്ന് തലശ്ശേരി ട്രെയിൻ കയറി ഇപ്പോ സൗരന്റെ വീട്ടിൽ പോവാം. എവിടേക്ക് നമ്മൾ സൗര പോകുന്നത്? നല്ലൂർ കാവിലേക്കാണ് പോകുന്നത്. അവിടത്തെ തെര കൂടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. തെര മാത്രമല്ല ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ചെയ്ത് അതെ അതെ ഗൈസ്, താഴെ താഴെ താഴെ. അങ്ങനെ നമ്മൾ ഇപ്പോൾ സൗരവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആൻഡ് അതാ ഒരാൾ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു 7:30 ആകുമ്പോഴേക്ക് ഫുഡൊക്കെ കഴിച്ച് മെല്ലെ കാവിൽ പോകും. കാവിൽ പോയി എന്ത് കിട്ടും നമ്മൾ സൗരയോട് ചോദിച്ചു. അവിടെ പോയി എന്ത് കിട്ടും? അവിടെ പ്രസാദം എന്താ ഉള്ളത് സൗര? പ്രസാദം അവിലും പൊരി തന്നെയാണ് മെയിൻ പ്രസാദം. അവിലും പൊരിയാണ്. സ്റ്റോൾസ് ഒക്കെ ഉണ്ടാവും. എന്തുണ്ടാവുന്നു? സ്റ്റോൾസ് ഒക്കെ ഉണ്ടാവും, ഫുഡ് സ്റ്റോൾസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുന്ന ട്രെയിനിൻ്റെ സൗണ്ട് ഉണ്ടോ? ഇവിടെ അടുത്തല്ലേ എന്തുള്ള ധർമ്മടം റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിയർ ബൈ. ഓക്കെ, ഇന്ന് നമുക്ക് സൗരവാണ് എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ സൗരവ്? യെസ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണോ? അങ്ങോട്ട് വാ. എങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോകും? നമ്മൾ ഓട്ടോ കിട്ടുന്നവരെ നടക്കും. ഓട്ടോ കിട്ടോ? സോ അങ്ങനെ നമുക്ക് അവസാനം കുറച്ച് നേരം സൗകര്യം ഞങ്ങൾ നടത്തിച്ചെങ്കിലും ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി. സോ ഞങ്ങൾ ഓട്ടോയിലിപ്പോൾ കാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കുണ്ടാവും മിക്കവാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇറക്കി വിട്ടു. അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുൾ ബ്ലോക്കാണ്, കാണുന്നുണ്ടോ? മൊത്തം ബ്ലോക്കാണ്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വാവ്, എന്താണ് പറയും നിങ്ങൾ പറഞ്ഞത്? പറടാ പറ. എങ്ങനെയുണ്ട് ഗൈസ് ഇത്? ദൂരം നിന്നിട്ട് മുഴുവൻ കായിക പ്രേമികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അവിടെ ഫുഡിന്റെ കാര്യം മാത്രം മാറ്റിയിരിക്കുന്നതിലേക്കാണ്. നല്ല തിരക്കാണ്, ഒന്നും നീ കാണില്ല. അങ്ങനെ ഞങ്ങൾ എങ്ങനെയോ ഇതിൻ്റെ മേലെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ദൈവം എന്ന് പറയുന്നത്, മെയിനായിട്ടുള്ള ദൈവം എന്ന് പറയുന്നത് ദൈവത്താറാണ്. നമ്മുടെ ശ്രീരാമനായിട്ടാണ് കണക്കാക്കിയത്. അപ്പോൾ ഇവിടെ മേലേക്കാവും താഴേക്കാവും ഉണ്ട്. മേലേക്കാവ് എന്ന് പറയുന്നത് അയോധ്യയായിട്ടും താഴേക്കാവ് എന്ന് പറയുന്നത് ലങ്കയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവരെല്ലാവരും ഈ വൈറ്റ് ബനിയനും മുണ്ടിട്ട ആൾക്കാരൊക്കെ, വ്രതമെടുത്ത പുരുഷന്മാരുമാണ്, കുട്ടികളും മുതിർന്ന ആൾക്കാരൊക്കെ. അപ്പോൾ ഇവർ വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ദൈവത്താറ് അണിഞ്ഞൊരുങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ദൈവത്താറ് വന്നു കഴിഞ്ഞിട്ട് പൊന്മുടി ചൂടുക എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്, രാമൻ്റെ പട്ടാഭിഷേകം പോലെ. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഈ കാവിനെ വലം വെക്കും. അതിന് മെയ്യാൽ കൂടുക എന്നാണ് പറയുക. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇവർ പറഞ്ഞ ടൈമിങ്ങായിട്ട് ആക്ച്വലി ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഉള്ളത്. ഇതിന് മുമ്പ് കുറേ ചടങ്ങുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇതിനാണ് നിൽക്കുന്നത്. പുറത്ത് കണ്ടോ അതുപോലെ തിരക്കുണ്ട്. ഇപ്പോൾ ലേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് ആൾക്കാർ കുറച്ചൊരു കുറവുണ്ട്, എന്നാലും തിരക്കുണ്ട്. പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞങ്ങളെന്തായാലും വന്ന സ്ഥിതിക്ക് ഇതെന്തായാലും കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സൗരവിടെ എന്താ സംഭവിക്കുന്ന? അപ്പോൾ ആ ദൈവത്താറ് മെല്ലെ എഴുന്നള്ളുന്നുണ്ട്. അതിൻ്റെ തിരക്കാണ് നമ്മൾ കാണുന്നത്. ദൈവത്താറ് മെല്ലെ എഴുന്നള്ള. ഇനി മറ്റേ പൊന്മുടി ചാർത്തണം. മിക്കവാറും ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം സമയമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ടൈം ഗ്യാപ്പ് ഉണ്ടാവും ഇതിനെന്തായാലും. ഇതിൻ്റെ ബാക്കിൽ മറ്റേ ട്രെയിൻ പോകുന്ന പോലെ കേട്ടോ, ആൾക്കാർ പോകുന്നു നോക്കിയേ, എന്താ തിരക്ക്, ജനസാഗര. അങ്ങനെ ട്രെയിൻ പോകുന്ന പോലെ പോകുന്നു. നമുക്കെന്തായാലും ഇപ്പം നല്ല ഇവിടെ നിന്ന് ചലിക്കാം.
ഉണ്ട്, ചുക്ക് കാപ്പി കുടിക്കുകയാണ്. കിച്ചൺ സെറ്റ് ഉണ്ട് ഗൈസ്, നമ്മൾ പണ്ട് ഉപയോഗിച്ച്. ഇതാ കുപ്പികളെ വാങ്ങിച്ചു കാവ്യ, ഇത് കാവ്യ വാങ്ങിച്ചു, ഇത് ഞാൻ വാങ്ങിച്ചു. കാവ്യ എന്താ വേറെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ? എന്താണ് അവളെവിടെയാണ്? നമ്മുടെ അവൾ പാർക്ക് ചെയ്യുന്നതാകട്ടെ ഇതൊക്കെ നാട്ടിലെ കുറേ നേരം നടന്നപ്പോഴേക്കും നന്നായി ദാഹിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ചു സർബത്ത് കുടിക്കാമെന്ന്. ഇവിടെ കുറേ ടൈപ്പ് ഓഫ് സർബത്ത് ഉണ്ട്. സോ ബൂസ്റ്റോ ഓറഞ്ചോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന അവസാനം താഴേക്കാവിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഇനി ബാക്കിയുള്ള തെയ്യം എന്തോ വരാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഇവിടെ ഇരിക്കാൻ തോന്നുന്നു. അവിടെ ഈ വില്ലുമായിട്ട് ദൈവത്താർ എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും. സോ ഇവിടെ എല്ലാവരും കൂടി ചുറ്റും ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെയും മേലേക്കാവൽ വന്നിട്ടുണ്ട്. ഇവിടെ ദൈവത്താറിന് ഇനി പൊന്മുടി ചൂടുന്ന ചടങ്ങുണ്ട്, പിന്നെ മറ്റേ വലം വയ്ക്കുന്ന ചടങ്ങ്. ഇവിടെ ഇപ്പോൾ ദൈവത്താറിനും ബപ്പൂരനും അങ്കക്കാരനുണ്ട്. ദൈവത്താറിനും മുടി കെട്ടുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവരിങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്കത്താറും ബപ്പൂരനും ദൈവത്താറും കൂടി വലം വെച്ചുകൊണ്ടിരിക്കുക. നമുക്കപ്പോൾ മെല്ലെ ഇവിടെ നിന്ന് താഴേക്കാവിലേക്ക് പോവാം. ദൈവത്താറ് പോകുന്നുണ്ട്, അതുപോലെ നമുക്കും പോവാം. ഇതിൻ്റെ വേറൊരു പ്രധാന സംഭവമാണ് ഈ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ ഈ കത്തിച്ചുകൊണ്ടിരുന്ന ഈ വെള്ള ബനിയനും
വെള്ളം മുണ്ടിട്ട ആൾക്കാരില്ല, നിലത്തോർത്തിട്ട ആൾക്കാർ, അവരെ വാനരസംഘമായിട്ടാണ് പറയുന്നത്. ഇവർ ലങ്കയിലേക്ക് പോകാൻ വെളിച്ചം വേണമെന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞത്. ഇതാട്ടോ എനിക്ക് എൻ്റെ അറിവാണ്, അത് തെറ്റാവാം, പക്ഷേ എനിക്കറിയുന്ന അങ്ങനെയാണ്. അവർ വാനരസംഘം ദേവത്താറും ബക്കൂരനും അംഗക്കാരൊക്കെ കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് പോവുക, ലങ്കയിലേക്ക്. അതിന് വെളിച്ചം വേണ്ടിയിട്ട് ഇവർ ഇതെല്ലാം വെക്കുന്നത്. ഇവരെ ബേസിക്കലി വാനരസംഘമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതും കുറച്ച് റിസ്ക്കി ആട്ടോ. ഇതെല്ലാം കൂടി എന്നിട്ട് ഇവരിതാ ഇങ്ങനെ പോയിട്ട് ഇവിടെ കത്തിക്കും, എല്ലാം കൂടി കത്തിക്കും. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അംഗക്കാരൻ തെയ്യത്തിൻ്റെ തെയ്യാട്ടോ. അംഗക്കാരൻ ആട്ടം നടത്തിക്കൊണ്ടിരിക്കുക. എനിക്കൊന്ന് 12 തരം വ്യത്യസ്തരം ആയുധങ്ങളെന്തോ വെച്ചിട്ടാണ് ഈ അംഗക്കാരൻ തെയ്യം ആടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് മൊത്തം ഇപ്പോൾ സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 1 മണി 2 മണി എന്തോ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഇത് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആട്ടമാണ് ഇവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് കഴിഞ്ഞിട്ട് ഇവർ 3 ആളും കൂടിയിട്ട് തിരിച്ച് മേലേക്കാവിലേക്ക് പോകും. ഞാനപ്പോൾ എത്രത്തോളം ഇരിക്കുന്നത് എനിക്കറിയില്ല, എന്നാലും നമുക്ക് കാണാം. ഇതിൻ്റെ ഇടയിൽ മേലെ കണ്ടോ, ഇതിൻ്റെ ഇടയിൽ ഇവർ തിക്കിപ്പാച്ചൽ എന്നാണ് തോന്നുന്നു ഇതിന് പേര്. ഈ വാനരസംഘം യുദ്ധം ചെയ്യുന്നതാണ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒരു തരത്തിലൊരു കൈകളിൽ ഒരു പ്രത്യേകതരം ഒരു ലോക്ക് ചെയ്തിട്ട് എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ പ്രഷർ കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ല രസമാണ്, പക്ഷെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. അത് വേറെ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ പടക്കം പൊട്ടാൻ തുടങ്ങി. കുറേ നേരം കേട്ടോ. പടക്കത്തിന് വലിയ ഉശിരില്ല, എന്നാലും ഓരോ ദിവസവും ഓരോ ദേശക്കാരൻ്റെ. ഇന്നത്തെ ദേശക്കാരൻ്റെ അത്ര അങ്ങോട്ട് പോരാ. ഇത് കഴിഞ്ഞിട്ട് ഇനി വേറൊരു പരിപാടി ഉണ്ട്, പൊളിച്ചോടൽ. എല്ലാവരും കൂടി, ഈ വാനരസംഘമില്ലേ, അവരെല്ലാവരും കൂടി ഇങ്ങനെ സ്പീഡിൽ താഴേക്കാവുന്ന മേലേക്കാവിലേക്ക് ഒരു ഓട്ടമുണ്ട്. ഇതാണ് ഗൈസ് ആ പൊളിച്ചോടൽ. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നലെ കാവിലെ ഉത്സവം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഓൾമോസ്റ്റ് 6 to 7 ആയി. സോ ഉറക്കമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 12:30 ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് നേരെ ഞങ്ങൾ റിട്ടേൺ ടു കാലിക്കറ്റ്. സോ ഐ ഗെസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അതിന് മുമ്പ് ഞാൻ സൗരൻ്റെ വീട് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള വീടല്ലേ, നല്ല ഈസ്റ്ററ്റിക് സെൻസ് ഉള്ള വീട്. സോ യെസ് ഗൈസ്, ഓക്കെ അല്ലേ, ഫ്രണ്ട് മാത്രമേ കാണിച്ചുള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, ബൈ ഗൈസ്.